മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചു. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ വൈകിട്ട് 4:30യോടെയായിരുന്നു അന്ത്യം. ടി അശ്വതിയുടെ വിവരങ്ങളുമായി. അശ്വതി, അല്പസമയം മുമ്പാണ് കോൺഗ്രസ് മുതിർന്ന നേതാവായ പി തങ്കച്ചൻ അന്തരിച്ചത്. എന്താണ് ഈ പ്രാഥമികമായി പുറത്തുവരുന്ന വിവരങ്ങൾ? മായ, മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ആലുവ രാജഗിരി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു പി തങ്കച്ചൻ. അദ്ദേഹത്തിന് 87 വയസ്സായിരുന്നു. വൈകിട്ട് 4:30 കൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഇക്കാര്യം ഈ വിശദാംശങ്ങൾ ആണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹം വളരെ നാളുകളായിട്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. പലപ്പോഴും ആലുവയിലെ രാജഗിരി ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ തേടിയിരുന്നത്. ഏതാനും ദിവസങ്ങളായി, ഏകദേശം 2 ആഴ്ചയോളമായി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. അത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പോയിരുന്നു. ഇന്ന് വൈകിട്ട് 4:30 അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു പി തങ്കച്ചൻ. മധ്യ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് അദ്ദേഹം. ദീർഘകാലമായി അദ്ദേഹത്തെ നമുക്ക് വളരെയധികം സുപരിചിതനായത് അദ്ദേഹത്തിന്റെ സ്പീക്കറായിരുന്ന കാലം, അതുപോലെ തന്നെ UDF കൺവീനറായിരുന്ന കാലഘട്ടമാണ്. UDF കൺവീനറായിട്ടാണ് അദ്ദേഹം ഏറ്റവും അധികം തിളങ്ങിയത് എന്ന് തന്നെ പറയാം. 2ാം AK ആന്റണി മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയായിരുന്നു. KPCC പ്രസിഡന്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. നിയമസഭാ സ്പീക്കർ എന്നീ നിലകളിലൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. 1991-95 K കരുണാകരൻ മന്ത്രിസഭയിൽ സ്പീക്കറായും 95-96 കാലഘട്ടത്തിൽ AK ആന്റണി മന്ത്രിസഭയിലാണ് അദ്ദേഹം കൃഷിമന്ത്രിയായി പ്രവർത്തിച്ചത്. അതോടൊപ്പം 2001 നിയമസഭയിൽ പ്രതിപക്ഷ ചീഫ് വിപ്പായും അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ വിവിധ സ്ഥാനങ്ങളിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള സംഭാവനകൾ കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ തന്നെ മുന്നണിക്കും നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ എടുത്തു പറയേണ്ട വ്യക്തിത്വം തന്നെയായിരുന്നു. കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുതിർന്ന നേതാവ് 2001 മുതൽ 2004 വരെ മാർക്കറ്റ് ഫെഡ് ചെയർമാനായിട്ടും KPCC വൈസ് പ്രസിഡന്റായിട്ടും നിയമിതനായി. 2004 KPCC താൽക്കാലിക പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ നിരവധി ചെറുതും വലുതുമായ നിരവധി സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച പാർട്ടിയുടെയും മുന്നണിയുടെയും വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. 1968 പെരുമ്പാവൂർ കോർപ്പറേഷൻ ചെയർമാൻ ആയതിലൂടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ ചെയർമാൻ എന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കി. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ മധ്യ കേരളത്തിലെ തിളങ്ങുന്ന നേതാവായിട്ടാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. 68 മുതൽ 80 വരെ പെരുമ്പാവൂർ കോർപ്പറേഷൻ കൗൺസിൽ അംഗമായിരുന്നു. 77 മുതൽ 89 വരെ എറണാകുളം DCC പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു. 80 മുതൽ 82 കാലത്ത് പെരുമ്പാവൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായിട്ടും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചു. നിരവധി വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുന്നു. പ്രത്യേകിച്ച് സഭയുടെ കലുഷിത കാലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള അദ്ദേഹം നിലപാടുകൾ ഒക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അങ്ങനെയെല്ലാം നമുക്ക് അദ്ദേഹം വളരെ സുപരിചിതനാണ്. എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിന് വളരെയധികം ദീർഘകാലം, അതായത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ തന്നെ റെക്കോർഡ് ലഭിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ തന്നെ ആ ഒരു കാലഘട്ടത്തിന് 86 വയസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സജീവമായ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, യുവ നേതാക്കളൊക്കെ പലപ്പോഴും അക്കാര്യങ്ങൾ അദ്ദേഹത്തെ വീണ്ടും സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിലൊക്കെ ചില രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. അത്രയും സജീവമായി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു, കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. മായ. അശ്വതി, പെരുമ്പാവൂരുകാരുടെ പ്രിയപ്പെട്ട നേതാവാണ്. ഈ പൊതുദർശനം അതുപോലെ സംസ്കാരം സംബന്ധിച്ച തീരുമാനങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടോ? മായ, ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കാമോ? അശ്വതി, ഈ പി തങ്കച്ചന്റെ സംസ്കാരം അതുപോലെ പൊതുദർശനം സംബന്ധിച്ച തീരുമാനങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ ഇപ്പോൾ? ഇപ്പോൾ രാജഗിരി ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഉള്ളത്. മറ്റു കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാനുണ്ട്. ഒരു പക്ഷേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആയിരിക്കും ഈ ചടങ്ങുകൾ ഉണ്ടാവുക എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാനായിട്ട് സാധിക്കുന്നത്. അതിലൊരു വ്യക്തത, ഔദ്യോഗികമായിട്ടുള്ള ചില സ്ഥിരീകരണങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോഴും വരാനുണ്ട്. 4:30 അന്ത്യം സംഭവിച്ചത്. ഈ ജില്ലയിൽ നിലവിലുള്ള നേതാക്കൾ അടക്കമുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, മറ്റു ആളുകൾ എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നതേ ഉള്ളൂ.
ദീർഘകാലം ഇത്തരത്തിൽ അസുഖങ്ങളുമായിട്ട് അദ്ദേഹം മല്ലിട്ടിരുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു മരണം വളരെ അപ്രതീക്ഷിതമാണ്. ആളുകൾ എല്ലാവരും തന്നെ മരണവാർത്ത അറിഞ്ഞ് അദ്ദേഹം പാർട്ടിയിലെ പ്രവർത്തകരും നേതാക്കളും എല്ലാവരും അവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ. മായ.